ഹായ് ഫ്രണ്ട്സ്, മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് സ്കൂട്ടറിലൊക്കെ എങ്ങനെ ഈസി ആയിട്ട് സാറ്റലൈറ്റ് നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അതും ഒരു സ്വിച്ചും കുറച്ച് വയറും ഉണ്ടെങ്കിൽ നമുക്ക് തനിയെ വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഈ ഫ്രണ്ടിലത്തെ കവർ ഊരിയെടുക്കണം. അപ്പോൾ ഈ കവർ ഊരിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ പുറകിലായിട്ട് 2 സ്ക്രൂ ഉണ്ട്. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അതിപ്പോൾ ഞാൻ ഊരിയിട്ടുണ്ട്. അത് രണ്ടും ഊരിയിട്ട് ഫ്രണ്ടിൽ ഈ കവറിൽ പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കാം. ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ കണക്ഷൻ ഇൻഡിക്കേറ്ററിലേക്ക് കൊടുക്കാനായി അപ്പോൾ ഇവിടെയാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അത് ഊരണമെങ്കിൽ ഇവിടെ ആയിട്ട് 2 ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രൂ ഉള്ള ബാക്കിലായിട്ടാണ്. ബാക്കിൽ ഇവിടെ ആയിട്ട് ഒരു സ്ക്രൂ വരുന്നുണ്ട് 2 സൈഡിലും. ഇവിടെ പിന്നെ താഴെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണം. അപ്പോൾ ഞാനതെല്ലാം ഊരിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തെ അടിയിലായിട്ട് 2 സ്ക്രൂ ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണം. അപ്പോൾ ഈ സ്ക്രൂ ഒക്കെ ഊരി കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഭാഗം ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച്. ചെറിയൊരു സ്വിച്ചാണ്. ഇതിന് 20 രൂപയൊക്കെയാണ് വില വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് വയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്വിച്ചിൽ വയറ് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ സോൾഡറിങ് ആണ് ഉണ്ടെങ്കിൽ അത് വെച്ച് സോൾഡർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിപ്പ്. ഇൻഡിക്കേറ്ററിന് കണക്ഷൻ എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ 3 വയറാണ് വരുന്നത്. ഒരെണ്ണം ബ്ലാക്ക് കോമൺ ആയിട്ടുള്ള, പിന്നെ ഒരു ബ്രൗണും ഒരു ഗ്രീനും ഉണ്ട്. അത് 2 സൈഡിലത്തെ വയറാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ട സ്വിച്ചിൻ്റെ 2 വയർ എടുത്തിട്ട് ഈ ഗ്രീനും ബ്രൗണുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി അടുത്ത് സ്വിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ സ്വിച്ച് ഞാനിപ്പോൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വലിപ്പത്തിലായിട്ട് ചെറുതായിട്ടൊന്ന് ഹോളിട്ടെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡറിങ് ആണോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വയറ്. സ്വിച്ച് അവിടെ വെച്ചതിൻ്റെ വയറ് ഇതിലാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഈ ക്ലിപ്പിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഈ ബ്രൗണും ഗ്രീനും ഉള്ള പോയിന്റിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈഡിൽ 2 വയറിട്ടേക്കണത് നേരത്തെ മറ്റേ നിയോൺ ലൈറ്റിന് വേണ്ടി എടുത്താണ്. ഇൻഡിക്കേറ്ററിന് ഇവിടെ ഈ സെറ്റ് ചെയ്തേക്കണ നിയോണ് വേണ്ടി എടുത്തേക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ 2 വയർ എടുത്തേക്കണേ ഗ്രീനും റെഡും അതിൻ്റെ അകത്ത് വെച്ചാണ് എടുത്തേക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 സ്വിച്ചിൻ്റെ വയർ കൊടുക്കണ ഗ്രീനും റെഡ് അകത്ത് കൊടുക്കുന്നതിന് പകരം ഈ 2 വയറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വിച്ചിന് 2 വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വർക്കാവുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ
ആദ്യം നമ്മൾ കീ ഓൺ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടണം. അപ്പോൾ ഒരു സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെച്ച സ്വിച്ച് ഇത് ഓണാക്കണം. ഇത് ഓണാക്കുമ്പം നമ്മുടെ 4 ഇൻഡിക്കേറ്റർ തെളിയുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക് വശത്തും തെളിയുന്നു. നമുക്കിവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം, ഈ കണക്ഷൻ വിട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടി. നമുക്കിനത് തിരിച്ച് സെറ്റ് ചെയ്യാം. സ്ക്രൂ എല്ലാം ഇട്ട് തിരിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഹസാർഡ് ലൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ നിയോൺ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ചാനൽ നോക്കി കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം.